ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്ന് എന്നെ വീണ്ടെടുത്തെന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുത്തെന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. കൂരിരുളി എന്നും ദീപമായി കൂടെയുണ്ടേ, ആകുലവേളകളിൽ എന്നും ആശ്വാസമേ അവൻ താ. കൂരിരുളി എന്നും ദീപമായി കൂടെയുണ്ടേ, ആകുലവേളകളിൽ എന്നും ആശ്വാസമേ അവൻ താ. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. കണ്ണീരെല്ലാം അവൻ കുപ്പിയിൽ ശേഖരിക്കും, കണ്ണീരൊപ്പി എന്നെ മാറോട് ചേർത്തിടുമേ. കണ്ണീരെല്ലാം അവൻ കുപ്പിയിൽ ശേഖരിക്കും, കണ്ണീരൊപ്പി എന്നെ മാറോട് ചേർത്തിടുമേ. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. പാടിടും ഞാൻ എന്റെ യേശുവിൻ നാമമെന്നും, വാഴ്ത്തിടും ഞാൻ അവൻ നന്മകളെന്നും എന്നും. പാടിടും ഞാൻ എന്റെ യേശുവിൻ നാമമെന്നും, വാഴ്ത്തിടും ഞാൻ അവൻ നന്മകളെന്നുമെന്നും. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. ഒന്നുമില്ലേ നാദ കാഴ്ചയെ നൽകിടുവാ തന്നിടുന്നു എന്റെ ജീവിതം പൂർണ്ണമായും. ഒന്നുമില്ലേ നാദാ കാഴ്ചയായി നൽകിടുവാ തന്നിടുന്നു എന്റെ ജീവിതം പൂർണ്ണമായും. ഓ ഓ ഓ ഓ. ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുത്തെന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ 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 യേശു.
ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്ന് എന്നെ വീണ്ടെടുത്തെന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുത്തെന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. ഇന്നേ ദിവസം ജന്മദിനം കൊണ്ടാടുന്ന ഈ ഇടവകയുടെ മണ്ണിൻ്റെ മകനായ ബഹുമാനപ്പെട്ട തോമസ് കളത്തിലച്ച, സ്നേഹബഹുമാനപ്പെട്ട ഈശോയുടെ കുഞ്ഞുമക്കളെ, ഇവരുടെ മാതാപിതാക്കന്മാരെ, ജ്ഞാനസ്നാന മാതാപിതാക്കളെ, സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മതാധ്യാപകരെ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഈ ദേവാലയത്തിൽ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ വർഷം ആദ്യ കുർബാന സ്വീകരിക്കുന്ന 21 കുഞ്ഞുങ്ങളിൽ ഇന്നേ ദിവസം ആദ്യ കുർബാന സ്വീകരിക്കുന്ന 13 കുഞ്ഞുമക്കളെയും അവരുടെ മാതാപിതാക്കളെയും എല്ലാവരുടെയും പേരിൽ ഈ അൾത്താരയിലേക്ക്, തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജീൻസിൻ്റെയും ഷെറിൻ്റെയും മകളായ തൊള്ളയിൽ അൽഫോൻസ PJ, ഫെർണാണ്ടസിൻ്റെയും മരിയയുടെയും മകളായ മുഖത്ത് ഏഞ്ചൽ മരിയ ഫെർണാണ്ടസ്, വിനുസിയെ ഷിബീന പീറ്ററിന്റെ മകളായ ചുള്ളിക്കൽ അൾച്ച മരിയ വിനു, വിച്ചോയുടെയും മേനിനിഷയുടെയും മകളായ പുരാട്ടുവലി അനുപമ വിജായ്, തോമസിൻ്റെയും സാനി തോമസിൻ്റെയും മകനായ പുതുപ്പറമ്പ് അനൻ തോമസ്, വർഗീസിൻ്റെയും സോളിയുടെയും മകനായ അന്തിനേപറമ്പിൽ ആൽബി വർഗീസ്, ജോൺസൺ ജിഷ ജോൺസന്റെ മകനായ പാറിൽ ആൽഫി പി ജോൺസൺ, റിനോഷിൻ്റെയും ജെനിമോളുടെയും മകനായ പുല്ലിച്ചിറയിൽ ബിബിൻ റിനോഷ്, നെൽസൺ തോമസിൻ്റെയും സജിനി നെൽസന്റെയും മകനായ ചക്കുകൾ ഡാൻ തോമസ് നെൽസൺ, സനോജ് വർഗീസിൻ്റെയും നിസ്സനോജിൻ്റെയും മകനായ തിയശ്ശേരി ലാസിഫ് സനോജ് വർഗീസ്, ജോഷി തോമസിൻ്റെയും ജൻസിയുടെയും മകളായ വെളിയിൽ നൗറിൻ ജോഷി വെളിയിലെയും, ജുമോൻ ലൂസി ദമ്പതികളുടെ മകനായ വെളിയിൽ റിയോൺ ജോൺ, മാക്സിന്റെയും നിമ്മിയുടെയും മകളായ തെക്കേ പാലക്കൽ സുഫാനിയ മാക്സിനെയും എല്ലാവരുടെയും പേരിൽ മറ്റ് കുഞ്ഞുമക്കളെയും ഈ ബലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ മക്കളിലേക്ക് സ്വർഗം തുറന്ന് ഇന്ന് ദിവ്യകാരുണ്യമായ ഈശോ ഇവരിലേക്ക് എഴുന്നള്ളി വരികയാണ്. ഇന്ന് നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ദൈവം സ്വർഗമാക്കി നമ്മുടെ ഇടവകയിലെ 13 കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുന്ന 2 ജീവിതങ്ങൾ, വെയിറ്റിംഗ് ഷെഡില് ഒരു ബെഞ്ചിന്റെ ഒരു ഭാഗത്തിരുന്ന് ഒരു യുവാവ് ഒരു പുസ്തകം വായിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്.
അട്ടഹാസ ചിരിയോ പൊട്ടിച്ചിരിയോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അപ്രകാരം ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്, ആ ബെഞ്ചിന്റെ അങ്ങേയറ്റത്ത് ഒരാൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ഇങ്ങനെ ഇപ്രകാരം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് താങ്കൾ അട്ടഹസിച്ച് പൊട്ടിച്ചിരിക്കുന്നത്? പൊട്ടിച്ചിരിക്കുന്ന ഈ യുവാവ് അവനൊരു കണ്ണില്ലാത്ത കാഴ്ചയില്ലാത്ത മനുഷ്യനാണ്, യുവാവാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്രകാരം അവൻ പറഞ്ഞു, ഞാനൊരു പുസ്തകത്തിലെ തമാശ വായിച്ച് ചിരിക്കുകയാണ്. എന്താണ് തമാശ? തമാശ പറഞ്ഞപ്പോ കണ്ണു കാണാത്ത ഈ അന്ധനായ യുവാവ് പൊട്ടിച്ചിരിച്ചു. അവനേക്കാൾ കൂടുതൽ പൊട്ടിച്ചിരിച്ചു. ചിരിച്ച് മണ്ണ് തുപ്പി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ കണ്ണിൽ നിന്ന് അവനെ കണ്ണുനീരൊഴുകാനായിട്ട് തുടങ്ങി. അപ്പൊ അവൻ വിചാരിച്ചു, ഞാൻ വായിച്ച് ചിരിച്ചതിനേക്കാൾ കൂടുതൽ രസവും സന്തോഷവും അവനുണ്ട്. ചിരിച്ചതിന് ശേഷം ഈ അന്ധനായ ഈ യുവാവ് കണ്ണുള്ള പുസ്തകം വായിച്ച യുവാവിനോട് പറഞ്ഞു, എനിക്ക് തരുമോ? ഓ, കണ്ണുള്ള യുവാവ് വിചാരിച്ചു ആ പുസ്തകം തരുമോ എന്നാണ് അവൻ വിചാരിച്ച്. കണ്ണില്ലാത്ത താങ്കൾ എങ്ങനെയാണ് ആ പുസ്തകം വായിക്കുക? അപ്പോ കണ്ണില്ലാത്ത ആ യുവാവ് പറഞ്ഞു, പുസ്തകമല്ല. If you have done, pass it on. നീ നിന്റെ കണ്ണുകൾ എനിക്കായി ഒന്ന് തരുമോ, പങ്കുവെക്കുമോ? If you have done, pass it on. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ അനുഭവിച്ച ദിവ്യകാരുണ്യം ഇന്ന് നമ്മുടെ കുഞ്ഞുമക്കളെ സ്വീകരിക്കുമ്പോൾ ഈ ശ്രീലങ്കൻ ഐ ഡൊണേഷന്റെ പരസ്യം ഇന്ന് അർത്ഥവത്താവുകയാണ്. നിങ്ങൾ അനുഭവിച്ച ആ ദിവ്യകാരുണ്യ അനുഭവം ഈ കുഞ്ഞുമക്കൾ ഇന്ന് പറയുകയാണ്, ഇഫ് യു ഹാവ് ഡൺ, പ്ലീസ് പാസ് ഇറ്റ് ഓൺ. മാതാപിതാക്കളെ, ശക്തമായി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജ്ഞാനസ്നാന മാതാപിതാക്കളോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ അനുഭവിച്ച അതേ ദിവ്യകാരുണ്യ അനുഭവം ഈ കുഞ്ഞുമക്കള് സ്വീകരിക്കുമ്പോൾ ഏത് വിധേനയാണോ നിങ്ങൾ ദിവ്യകാരുണ്യത്തെ എന്നും കാണുന്നത് അതേ അനുഭവമായിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുക. പൊട്ടിച്ചിരിക്കുന്ന ജീവിതാനുഭവങ്ങളിലേക്കാണോ, അല്ലെങ്കിൽ മടുത്തു പോകുന്ന ദിവ്യകാരുണ്യ അനുഭവങ്ങളിലേക്കാണോ, അല്ലെങ്കിൽ വല്ലപ്പോഴും വന്ന് അനുഭവിച്ചു പോകുന്ന ദിവ്യകാരുണ്യ അനുഭവത്തിലേക്കാണോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ക്ഷണിക്കുക? അല്ല എങ്കിൽ ഇന്ന് അവർക്ക് പകർന്നു കൊടുക്കുകയെന്ന് ഈ ബലിയുടെ ആരംഭത്തിൽ നമുക്ക് പരസ്പരം ഒന്ന് മനഃശോധന ചെയ്യാം. പ്രകാരം ഈ കുഞ്ഞുമക്കളിലേക്ക് പ്രവേശിക്കുന്ന ദിവ്യകാരുണ്യനാഥന്റെ അനുഭവത്തില് ഈ കുഞ്ഞുങ്ങൾ ഇന്നു മുതൽ ജീവിതാവസാനം വരെ, എന്നുവരെയാണ് ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനായിട്ട് സാധിക്കുക, അന്നുവരെ ഈ ദിവ്യകാരുണ്യ അനുഭവത്തിൽ ജീവിക്കാൻ വേണ്ട കൃപയ്ക്കായി ഒരുമിച്ച് ഈ കുഞ്ഞുങ്ങളോടൊപ്പം നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഈ വിശുദ്ധ ബലിക്കായിട്ട് യോഗ്യതയോടെ ഇവിടെ അണയാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ ഏകജാതന്റെ പേശകാരകസ്യം വഴി മനുഷ്യ പരിത്രാണ കർമ്മം അങ്ങ് പൂർത്തീകരിച്ചുവല്ലോ. ദിവ്യകാരുണ്യ കൂദാശയുടെ അടയാളങ്ങളിലൂടെ ക്രിസ്തുവിന്റെ മരണവും ഉത്ഥാനവും വിശ്വാസപൂർവം പ്രഖ്യാപിക്കുന്ന ഞങ്ങൾ അങ്ങേ രക്ഷയുടെ അഭിവൃദ്ധി നിരന്തരം അനുഭവിക്കാൻ കാരുണ്യപൂർവം അനുഗ്രഹിക്കണം. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് അവർ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു. മോശെ കർത്താവിന്റെ വാക്കുകളെല്ലാം എഴുതി വച്ചു.
രാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കായി 12 സ്തംഭങ്ങളും നിർമ്മിച്ചു. അവൻ അയച്ച ഇസ്രായേൽ യുവാക്കന്മാർ കർത്താവിന് ദഹനബലികളും കാളകളെ കൊണ്ടുള്ള സമാധാന ബലികളും അർപ്പിച്ചു. മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും. അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത്. കർത്താവിന്റെ വചനം. പെസഹ ബലിയർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, നിനക്ക് ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും, അവനെ അനുഗമിക്കുക. അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗൃഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവർ നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി. അവൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ കണ്ടു. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് സ്വീകരിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. അവൻ അവരോട് അരുളി ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയതുമായ എൻ്റെ രക്തമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്നും ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപനത്തിന് ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. കർത്താവിന്റെ സുവിശേഷം. സുവിശേഷ വചസ്സുകൾ നമ്മളെല്ലാവരുടെയും പാപകറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ.
സ്വീകരിച്ചിടുന്നേ. ഞങ്ങൾ വരുന്നു താതാ നിൻ സവിധേ. സ്വീകരിച്ചിടുന്നേ, ഞങ്ങളെ സ്വീകരിച്ചിടുന്നേ. ദാനങ്ങളോടെ അർച്ചനയ്ക്കായി അടഞ്ഞിടാം. നീ തന്ന ദാനങ്ങളോടെ അർച്ചനയ്ക്കായി അടഞ്ഞിടാം. സ്വീകരിച്ചനുഗ്രഹിച്ചിടൂ നിന്റെ ദൗത്യത്തിനായി. സ്വീകരിച്ചനുഗ്രഹിച്ചിടൂ നിന്റെ ദൗത്യത്തിനായി. ഞങ്ങൾ വരുന്നു താതാ നിൻ സവിധേ. സ്വീകരിച്ചിടുന്നേ, ഞങ്ങളെ സ്വീകരിച്ചിടുന്നേ. ുമിയപ്പവും വീഞ്ഞും പുത്രന്റെ മേനിയും രക്തവുമാക്കൂ. ഞങ്ങളപ്പിക്കുമിയപ്പവും വീഞ്ഞും പുത്രന്റെ മേനിയും രക്തവുമാക്കൂ. മാറ്റുക താതാ ഞങ്ങളെ നിത്യജീവൻ നേടുവാനായി. മാറ്റുക താതാ ഞങ്ങളെ നിത്യജീവൻ നേടുവാനായി. ഞങ്ങൾ വരുന്നു താതാ നിൻ സവിധേ. സ്വീകരിച്ചിടുന്നേ, ഞങ്ങളെ സ്വീകരിച്ചിടുന്നേ. ഞങ്ങൾ വരുന്നു താതാ നിൻ സവിധേ. സ്വീകരിച്ചിടുന്നേ, ഞങ്ങളെ സ്വീകരിച്ചിടുന്നേ. സ്വീകരിച്ചിടുന്നേ, ഞങ്ങളെ സ്വീകരിച്ചിടുന്നേ. ഞങ്ങൾ വരുന്നു താതാ നിൻ സവിധേ. സ്വീകരിച്ചിടുന്നേ, ഞങ്ങളെ സ്വീകരിച്ചിടുന്നേ. ദാനങ്ങളോടെ അർച്ചനയ്ക്കായി അടഞ്ഞിടാം. നീ തന്ന ദാനങ്ങളോടെ അർച്ചനയ്ക്കായി അടഞ്ഞിടാം. സ്വീകരിച്ചനുഗ്രഹിച്ചിടൂ
ദർശനം ധരിച്ചിടൂ നിന്റെ ദൗത്യത്തിനായി ഞങ്ങൾ വരുന്നു താതാ നിൻ സവിധേ സ്വീകരിച്ചിടൂ നീ ഞങ്ങളെ സ്വീകരിച്ചിടൂ നീ യപ്പവും വീഞ്ഞും പുത്രന്റെ മേനിയും രക്തവുമാക്കൂ ഞങ്ങളപ്പവും വീഞ്ഞും പുത്രന്റെ മേനിയും രക്തവുമാക്കും മാറ്റുക താതാ ഞങ്ങളെ നിത്യജീവൻ നേടുവാനായി മാറ്റുക താതാ ഞങ്ങളെ നിത്യജീവൻ നേടുവാനായി ഞങ്ങൾ വരുന്നു താതാ നിൻ സവിധേ സ്വീകരിച്ചിടൂ നീ ഞങ്ങളെ സ്വീകരിച്ചിടൂ നീ ഞങ്ങൾ വരുന്നു താതാ നിൻ സവിധേ സ്വീകരിച്ചിടൂ നീ ഞങ്ങളെ സ്വീകരിച്ചിടൂ നീ ഞങ്ങൾ വരുന്നു താതാ നിൻ സവിധേ സ്വീകരിച്ചിടൂ നീ ഞങ്ങളെ സ്വീകരിച്ചിടൂ നീ ായി ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ ദൈവകൃപയാൽ ജ്ഞാനസ്നാനം വഴി ജലത്താലും പരിശുദ്ധാത്മാവിനാലും ബുദ്ധിജീവൻ പ്രാപിച്ചവരാണ്. ആ ദൈവിക ജീവൻ കുമ്പസാര കുദാശയിലൂടെ പാപത്തെ നീക്കിക്കളഞ്ഞ് ഇന്നേ ദിവസം വിശ്വാസ ശിക്ഷണം വഴി വിശുദ്ധ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനായി പോവുകയാണ്. നിങ്ങൾ വിശ്വാസത്താൽ പ്രേരിതരായി ഈ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുന്നോടിയായി നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടതും പാപം ഉപേക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇതാണ് സഭയുടെ വിശ്വാസം. ഈ വിശ്വാസത്തിലാണ് ഈ കുഞ്ഞുമക്കൾ ഇന്ന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ സ്വീകരണം ചെയ്യുവാൻ പോവുക.